ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കുറേയായി രാഷ്ട്രീയത്തിന്റെ ഗോസിപ്പുകളും വാർത്തകളും വെല്ലുവിളികളും ചില സത്യങ്ങൾ ഒരാൾ പൊട്ടിക്കുന്നു, വേറൊരാൾ അത് കളവാണെന്ന് പൊട്ടിക്കുന്നു, മറ്റൊരാൾ അത് സത്യം തന്നെയാണ് എന്ന് വെല്ലുവിളിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ കുറേയായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് തെരഞ്ഞെടുപ്പിനെ ബാധിക്കാത്ത രൂപത്തിൽ വിഷയം പോയോ, അതോ ഇത്തരം ഗോസിപ്പുകളും വെല്ലുവിളികളും ഭീഷണികളും സത്യം വെളിപ്പെടുത്തലുകളും ഒക്കെ വോട്ടിങ്ങിനെ ബാധിച്ചിട്ടുണ്ടോ എന്നത് നമുക്ക് അധികം വൈകാതെ തന്നെ അറിയാം. തെരഞ്ഞെടുപ്പ് നടന്നിട്ടല്ലേ ഉള്ളൂ. ഇനി വോട്ടെണ്ണലാകട്ടെ ജൂൺ 4-5 തീയതികളോടെ ഏതാണ്ട് നമുക്ക് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് ബോധ്യപ്പെടും. ശോഭാ സുരേന്ദ്രന് ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലൻ. 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. വാർത്താ സമ്മേളനത്തിൽ തനിക്കെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചു എന്ന് നോട്ടീസിൽ പറയുന്നു. CMRL ഉടമ ശശിധരൻ കർത്ത സുഹൃത്താണ് എന്ന് തെറ്റായ ആരോപണം ഉന്നയിച്ചെന്നും തെളിവ് നൽകാൻ പരസ്യമായി ആവശ്യപ്പെട്ടിട്ടും ശോഭാ സുരേന്ദ്രൻ തയ്യാറായില്ലെന്നും നോട്ടീസിൽ ഗോകുലം ഗോപാലൻ ആരോപിക്കുന്നു. നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് ഗോകുലം ഗോപാലൻ ഇന്നലെ പറഞ്ഞിരുന്നു. ശോഭാ സുരേന്ദ്രന്റെ ആരോപണങ്ങളിൽ മറുപടി നൽകാൻ തന്റെ സംസ്കാരം അനുവദിക്കുന്നില്ലെന്നും ആരോപണങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. നിരവധി BJP നേതാക്കളെ താൻ കണ്ടിട്ടുമുണ്ട്, സംസാരിച്ചിട്ടുമുണ്ട്. അവരൊക്കെ നല്ല ധാരണയും ഉത്തരവാദിത്വവും ഉള്ളവരാണ്. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ കരിമണൽ കർത്തയെ അറിയില്ല, കണ്ടിട്ടുമില്ല. അങ്ങനെ ഒരാളുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ എനിക്ക് മറുപടിയില്ല. ആരെയെങ്കിലും സന്തോഷിപ്പിക്കാനായിരിക്കാം ഇത്തരം ആരോപണങ്ങൾ ഉയർത്തിയത്. ഇതെല്ലാം മറുപടി അർഹിക്കാത്ത ആരോപണമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. ശോഭാ സുരേന്ദ്രൻ വളരെ കൃത്യമായി വെടിപ്പോടെ ആർജവത്തോടെ കാര്യങ്ങൾ പൊതുവേദികളിൽ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അവരുടെ പ്രസംഗം കേട്ട് പലപ്പോഴും നരേന്ദ്രമോദി പോലും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ഏറ്റവും ഒടുവിൽ ആലപ്പുഴയിൽ നടന്ന പ്രസംഗത്തിൽ അമിത്ഷാ പോലും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയും ചെയ്ത പ്രഭാഷണം കേട്ടവരാണ് നമ്മൾ. അപ്പോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു വിഷയത്തിൽ ഒരാളെ ഭയപ്പെടുകയോ ഇല്ലാ കഥകൾ വച്ചുകൂട്ടി പറയുകയോ സ്വാർത്ഥ താല്പര്യത്തിനോ തന്റെ നേട്ടങ്ങൾ നേടിയെടുക്കുന്നതിനോ വേണ്ടി വിഷയങ്ങളെ വളച്ചൊടിച്ച് ഇല്ലാ കഥകൾ പറയുന്ന ഒരാളായിട്ട് വ്യക്തിപരമായി എനിക്ക് തോന്നിയിട്ടില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മാത്രം ബാധിക്കുന്ന വിഷയമാണത്. ഈ വിഷയത്തിൽ എന്താണ് ശ്രീ ശോഭാ സുരേന്ദ്രന് പറയാനുള്ളത് എന്ന് നോക്കാം. എനിക്ക് ഗോകുലം ഗോപാലനല്ല, അതായത് ഏറ്റവും വലിയ ഭീകരവാദ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിരുന്ന നേതൃത്വം കൊടുത്തിരുന്ന കാലത്ത് മദനിയെ കണ്ടിട്ട് പേടിച്ചിട്ടുള്ള മിസ്റ്റർ ഗോകുലം ഗോപാലൻ ശോഭാ സുരേന്ദ്രൻ പിന്നെയാണോ കയ്യിൽ ആയിരക്കണക്കിന് കോടിയുള്ള ഒരാള് അദ്ദേഹം ഞാൻ മാനനഷ്ട കേസിന് പോകുന്നു പറഞ്ഞാൽ ഞാൻ ഭയപ്പെടാൻ പോകുന്നത്? ഒരു പേടിയും എനിക്കില്ല. കാരണം അവരെ പേടിക്കില്ല. ഒറ്റ തവണയെ ഒരാൾക്ക് മരണമുള്ളൂ ജീവിതത്തിൽ, ഒറ്റ തവണ. അത് നല്ല തന്തയ്ക്ക് വരുന്നത് തന്നെ നിലനിന്നുകൊണ്ട് മരണമാണെങ്കിൽ മരണം, ജീവിതമാണെങ്കിൽ ജീവിതം, ആ തീരുമാനം തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ശ്രീ ഗോകുലം ഗോപാലൻ ഇന്നലെ വളരെ ഒരു പ്രസ്താവന പുറപ്പെടുവിക്കണ്ടേ, അവരെ അദ്ദേഹത്തിന്റെ പേര് മനഃപൂർവ്വം ദുരുപയോഗം ചെയ്തു, ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ നിയമ നടപടി എടുക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്താണ് പറയാൻ? അല്ല, ഇതാണ് എനിക്ക് മാധ്യമങ്ങളുടെ മുന്നിൽ പറയാനുള്ളത്. അപ്പൊ ഈ വിഷയം, അതായത് ഞാനല്ല, അതായത് ഈ ഒരു പ്രമുഖമായിട്ടുള്ള ചാനൽ, ആ ചാനൽ ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു സ്ത്രീ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനം നടത്തുന്നു. എന്നെ സ്നേഹമാണ് എന്ന് ഗോകുലം ഗോപാലൻ പറയുന്നു. ശോഭാ സുരേന്ദ്രന് സ്നേഹമാണെന്ന് പറയുന്ന ഗോകുലം ഗോപാലൻ ഈ വാർത്ത കേട്ടതിന് ശേഷവും ആ വാർത്ത തന്നെ തുടരാൻ അനുവദിക്കുന്നു. രാത്രി മുഴുവൻ ആ വാർത്ത ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വരുന്നു. ശോഭാ സുരേന്ദ്രൻ ജില്ലാ നേതൃത്വത്തിനെതിരെ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ള കള്ള വാർത്ത. അപ്പൊ ഗോകുലം ഗോപാലന് ശോഭാ സുരേന്ദ്രനെ സ്നേഹമായിരുന്നുവെങ്കിൽ ശോഭാ സുരേന്ദ്രൻ പത്രസമ്മേളനം നടത്തിയാൽ തെറ്റുപറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഗോകുലം ഗോപാലൻ എന്ത് ചെയ്യണം? ഈ വാർത്ത വിഡ്രോ ചെയ്യണം. അത് വിഡ്രോ ചെയ്യിച്ചിട്ടില്ല. പിന്നെ ഞാൻ ബാക്കി പറയാനുള്ള കാര്യങ്ങൾ ആരൊക്കെയാണ് 24 ഈ പൈസ നിക്ഷേപിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ചും ഞാൻ നിങ്ങൾക്ക് മാധ്യമപ്രവർത്തന മുന്നിൽ ഞാൻ സംസാരിക്കാൻ തയ്യാറാണ്. ഇത് ഗോകുലം ഗോപാലന്റെ ഫോൺ നമ്പറാണ്. ഈ ഗോകുലം ഗോപാലന്റെ നമ്പർ നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. എന്തിനാണ് ഗോകുലം ഗോപാലൻ എന്നെ വിളിക്കുന്നത്? ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഗോകുലം ഗോപാലൻ 9:45 എന്നെ ഫോണിൽ വിളിക്കുന്നു. 9:47 വീണ്ടും ഫോൺ വിളിക്കുന്നു. എന്റെ സെക്രട്ടറി എടുക്കുന്നു. ഞാൻ ആ സമയത്ത് വീഡിയോ സമ്പർക്കത്തിലാണ്. എന്റെ സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള ദീപയെ 4 തവണ ഗോകുലം ഗോപാലൻ വിളിക്കുന്നു. എന്റെ മറ്റൊരു സെക്രട്ടറി ആയിട്ട് കൂടെയുള്ള ചിഞ്ചു, ആ കുട്ടിയെ 6 തവണ ഗോകുലം ഗോപാലൻ വിളിക്കുന്നു. എന്താണ് ഗോകുലം ഗോപാലന് ഇത്ര ഭയപ്പാട്? എന്തിനാണ് ഗോകുലം ഗോപാലൻ വിളിക്കുന്നത്? അപ്പൊ ഉത്തരം പറയേണ്ടത് ആരാണ്?
അത് ഞാൻ ബാക്കി മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കാം. എനിക്ക് ഗോകുലം ഗോപാലനല്ല, അതായത് ഏറ്റവും വലിയ ഭീകരവാദ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിരുന്ന നേതൃത്വം കൊടുത്തിരുന്ന കാലത്ത് മദനിയെ കണ്ടിട്ട് പേടിച്ചിട്ടുള്ള മിസ്റ്റർ ഗോകുലം ഗോപാലൻ, ശോഭാ സുരേന്ദ്രൻ പിന്നെയാണോ കയ്യിൽ ആയിരക്കണക്കിന് കോടിയുള്ള ഒരാള് അദ്ദേഹം ഞാൻ മാനനഷ്ട കേസിന് പോകുന്നു പറഞ്ഞാൽ ഞാൻ ഭയപ്പെടാൻ പോകുന്നത്? ഒരു പേടിയും എനിക്കില്ല. കാരണം അങ്ങനെ പേടിക്കില്ല. ഒറ്റ തവണയെ ഒരാൾക്ക് മരണമുള്ളൂ ജീവിതത്തിൽ, ഒറ്റ തവണ. അത് നല്ല തന്തയ്ക്ക് പറഞ്ഞത് തന്നെ നിലനിന്നുകൊണ്ട് മരണമാണെങ്കിൽ മരണം, ജീവിതമാണെങ്കിൽ ജീവിതം, ആ തീരുമാനം തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അവരുടെ നിലപാട് വളരെ കൃത്യമായി പറഞ്ഞു. ഇനി ഗോകുലം ഗോപാലൻ മാനനഷ്ട കേസിന് പോകുന്നത് എന്തിനാണ്? ശോഭാ സുരേന്ദ്രന് പറയാനുള്ളത് മൈക്ക് കിട്ടിയപ്പോൾ കുറച്ചാളുകളെ കണ്ടപ്പോൾ വൈകാരികമായി വിളിച്ചു പറഞ്ഞതല്ലെന്നും തന്റെ കയ്യിൽ കൃത്യം എവിഡൻസ് ഉണ്ടെന്നുമാണ് ശോഭാ സുരേന്ദ്രൻ തന്റെ വിശ്വസ്തരായ ആളുകളോട്, തന്റെ ശ്രോതാക്കളോട് തറപ്പിച്ചു പറയുന്നത്. ഒരു മനുഷ്യനാണ് ഈ ഗോകുലം ഗോപാലൻ. ആ ഗോകുലം ഗോപാലിനെതിരായിട്ട് ഒരു പ്രവർത്തനവും ശോഭാ സുരേന്ദ്രൻ നടത്തിയിട്ട് കാര്യമില്ല എന്നാണ്. ഞാൻ റെഡിയായിരുന്നു. ഞാൻ അതിന്റെ പേരിൽ അദ്ദേഹത്തെ വിളിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കേരളത്തിൽ നിലനിൽക്കുന്ന പലിശ ഗവൺമെന്റ് തീരുമാനിച്ച പലിശയല്ലാതെ കൊള്ളപ്പലിശ വാങ്ങാനാണ് തീരുമാനമെങ്കിൽ ഏത് വലിയ കസേരയിലാണ് താങ്കൾ ഇരിക്കുന്നതെന്ന് നമ്മൾ നോക്കില്ല. ഒരു സ്ത്രീയെ വ്യക്തിഹത്യ നടത്തുന്ന സമയത്ത് എന്റെ മാധ്യമ സുഹൃത്തുക്കൾക്ക് പോലും ഇത് അമ്മയാണെന്നോ പെങ്ങളാണെന്നോ ഉള്ള ഒരു തോന്നൽ ഉണ്ടായില്ല എന്നുള്ളത് വളരെ വേദനയോട് കൂടിയിട്ടാണ് ഞാൻ നോക്കിക്കാണുന്നത്. അതവിടെ നിൽക്കട്ടെ. മറ്റൊന്ന്, എന്നെ അറിയാത്ത കണ്ണൂർക്കാരനായിട്ടുള്ള ബഹുമാനപ്പെട്ട ജയരാജന്റെ മകന് എന്തിനാണ് ശോഭാ സുരേന്ദ്രന്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നത്? ഈ ജയരാജന്റെ മകനെ ഞാൻ കാണുന്നത് 18-ാം തീയതി ജനുവരി മാസം 2023 അത് എറണാകുളത്തെ റിനൻസൻസ് ഹോട്ടലിൽ വെച്ചാണ്. എൻ്റെ കൂടെ അന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇപ്പോഴത്തെ ലിംഗ്വിസ്റ്റിക് മോർച്ചയുടെ സംസ്ഥാനത്തെ ചുമതലക്കാരനായ എറണാകുളത്ത് മത്സര രംഗത്തുണ്ടായിരുന്ന TG രാജഗോപാലും ആ ദിവസം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് ഏത് തലയെടുപ്പുള്ള നേതാവ് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് വന്നാലും അവരെ 8 സംസ്ഥാനങ്ങളുടെ ചുമതലക്കാരിയായിട്ടുള്ള നിങ്ങളുടെ സഹോദരിക്ക് ചർച്ച നടത്താനുള്ള അവകാശം ആരാധ്യരായിട്ടുള്ള അഖിലേന്ത്യാ നേതാക്കന്മാർ നൽകിയിട്ടുണ്ട്. ഇത് ഇനിയും തുടരും. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ അതിപ്രഗത്ഭന്മാരായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാർ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരും. അതിൽ ഏറ്റവും അവസാനം നമ്മുടെ പ്രിയപ്പെട്ട പത്മജ ചേച്ചിയെ സ്വീകരിക്കാനുള്ള ഭാഗ്യം ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ടായി. ഞങ്ങളുടെ പ്രസ്ഥാനം വളരുകയും മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, IBയുടെ റിപ്പോർട്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ച് ശോഭാ സുരേന്ദ്രനും KC വേണുഗോപാലും തമ്മിൽ മത്സരം നടക്കുന്നു. ആ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശോഭാ സുരേന്ദ്രൻ മുന്നേറുന്നു എന്നുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ റിപ്പോർട്ടും ബഹുമാനപ്പെട്ട ആരിഫ് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയി എന്നുള്ള അവരുടെ ജില്ലാ കമ്മിറ്റി യോഗത്തിന്റെ റിപ്പോർട്ടും പുറത്തു വന്ന സാഹചര്യത്തിൽ എന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്തുകൊണ്ട് എൻ്റെ ആത്മാഭിമാനത്തെ തകർക്കുന്ന രീതിയിൽ ആരെയെങ്കിലും ഇറക്കിക്കഴിഞ്ഞാൽ അതിനൊന്നും പേടിച്ച് ജോലി നിർത്തി വീട്ടിൽ പോയിട്ട് ഇരിക്കുന്ന ആളല്ല ഈ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിലിരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ എന്ന് പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഏറ്റവും വലിയ തീവട്ടിക്കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്ന കരിമണൽ കർത്ത, ആ കരിമണൽ കർത്ത എന്ന് പറയുന്ന ആളും തമിഴ്നാട്ടിലുള്ള ഗോകുലം ഗോപാലനും, ഈ ഗോകുലം ഗോപാലനും കരിമണൽ കർത്തയും എന്തുകൊണ്ടാണ് ഒരുമിച്ചിരിക്കുന്നത്? ശോഭാ സുരേന്ദ്രനെ പണം തന്ന് എങ്ങനെയെങ്കിലും ശോഭാ സുരേന്ദ്രൻ കരിമണൽ കർത്തയ്ക്കെതിരെ നടത്തുന്ന പ്രസംഗം ഇല്ലാതാക്കണം എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ഗോകുലം ഗോപാലനല്ല, ഗോകുലം ഗോപാലന്റെ വല്യേട്ടം വന്നാലും പോടാ പുല്ലേ എന്ന് പറയാനുള്ള നല്ല ചങ്കൂറ്റം എനിക്കുണ്ട്. ഞാനത് ആർജിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സ്വന്തമായി കയ്യിൽ 10 നാണയത്തൊട്ടുണ്ടെങ്കിൽ അതിവിടുത്തെ ജനങ്ങളുടെ 5 ലക്ഷം രൂപയും 10 ലക്ഷം രൂപയും കഷ്ടപ്പെട്ട് കുറിവെച്ചുണ്ടാക്കിയ പാവങ്ങൾ, അവരുടെ ഭൂമി, ആ ഭൂമി എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ഭൂമി വാരി കൂട്ടിയിട്ടുള്ള മനുഷ്യനാണ് ഇവിടുത്തെ ഗോകുലം ഗോപാലൻ. ഈ ഗോകുലം ഗോപാലൻ കളി തുടങ്ങിയിട്ട് കുറെ ദിവസമായി. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ വേട്ടയാടുന്നത്? 38 കോടി രൂപ വരുന്ന തൃശൂർ ജില്ലയിലെ ജനങ്ങളുടെ ഭൂമി കുറിക്കമ്പനി നടത്തി അവന്റെ മുഴുവൻ ഭൂമിയും സ്വന്തമാക്കിയെടുത്ത് അവരെ പാപ്പരാക്കി ഇന്ന് ദുബായിൽ നിന്ന് വരെ കേരളത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ആ പണം മുഴുവൻ വാരിക്കൂട്ടിയ ഒരു മനുഷ്യൻ, ആ മനുഷ്യനെതിരായിട്ട് ഞാൻ കേരളത്തിൽ തൃശ്ശൂരിൽ 2 സമരങ്ങൾ ഞാൻ നടത്തുമെന്ന് പറഞ്ഞു. നടത്തിയില്ല, നടത്തേണ്ടി വന്നില്ല. ആ 2 സമരങ്ങൾ ഞാൻ നടത്തണമെന്ന് പറഞ്ഞപ്പോ
ആ പാവപ്പെട്ട ഭൂമി നഷ്ടപ്പെട്ടവർ പോലും പറഞ്ഞത് മനുഷ്യത്വമില്ലാത്ത ഒരു മനുഷ്യനാണ് ഈ ഗോകുലം ഗോപാലൻ. ആ ഗോകുലം ഗോപാലിനെതിരായിട്ട് ഒരു പ്രവർത്തനവും ശോഭാ സുരേന്ദ്രൻ നടത്തിയിട്ട് കാര്യമില്ല എന്നാണ്. ഞാൻ റെഡിയായിരുന്നു. ഞാൻ അതിന്റെ പേരിൽ അദ്ദേഹത്തെ വിളിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കേരളത്തിൽ നിലനിൽക്കുന്ന പലിശ ഗവൺമെന്റ് തീരുമാനിച്ച പലിശയല്ലാതെ കൊള്ളപ്പലിശ വാങ്ങാനാണ് തീരുമാനമെങ്കിൽ ഏത് വലിയ കസേരയിലാണ് താങ്കൾ ഇരിക്കുന്നതെന്ന് നമ്മൾ കൃത്യമായി തനിക്ക് പറയാനുള്ളത് എന്താണ് എന്ന് പണത്തിന്റെയും സ്വാധീനത്തിന്റെയും അവരുടെ ഇരിക്കുന്ന കസേരയുടെ അളവും വലിപ്പവും നോക്കി നിലപാടുകൾ മാറ്റാതെ വെള്ളം ചേർക്കാതെ കൃത്യമായി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. പറഞ്ഞതിന് ഉത്തരവാദി ശോഭാ സുരേന്ദ്രനാണ്. അതിന്റെ തെളിവുകൾ അവരുടെ പക്കൽ ഉണ്ട് എന്ന് തന്നെയാണ് അവരുടെ കോൺഫിഡൻസ് ഉള്ള വർത്തമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായിരുന്നാലും ശോഭാ സുരേന്ദ്രന് 10 കോടി പോകുമോ കിട്ടുമോ എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. നന്ദി.